ബാബുക്കുട്ടാ, രാഷ്ട്രീയത്തിൽ നമ്മൾ ഒന്നും ആയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല. രാഷ്ട്രീയത്തിലെ 10 ടിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ 10 ടിപ്പും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആലോചിക്കണം. ഈ 10 ടിപ്പ് ഒന്നിച്ചങ്ങ് പറഞ്ഞു തന്നാ? അയ്യോ, അങ്ങനെ അങ്ങ് ഒരുമിച്ച് പണയണില്ല. ഞാൻ ഓരോ ദിവസം ഓരോന്നായിട്ട് പഠിപ്പിച്ചു. ഇപ്പം 4 ഞാൻ പഠിപ്പിച്ചിരുന്നല്ലോ. ആദ്യം ഇത് 4 എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഓർമ്മിക്കുക. ഇനി അടുത്ത ഞാൻ 5ാമത്തെ ടിപ്പ് ഞാൻ ഇപ്പം പഠിപ്പിച്ചു തരാം. അതും പഠിച്ചു കഴിഞ്ഞാൽ നടയാ ഇത്രേ ഉള്ളൂടെ. ഇത് മുത്തുലക്ഷ്മി അപ്പൂപ്പൻ മുറി വൈദ്യനായിരുന്നു. അപ്പം മുത്തുലക്ഷ്മിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത് ഞാൻ എടുത്തോട്ട് പോന്നു. ഈ സ്നേഹമുള്ളവനാണെന്ന് എനിക്കറിയാം. എങ്ങനെയുണ്ട് സാധനം? സാധനം നല്ല സൂപ്പർ സാധനം. അതെ അല്ലേ? എന്തായാലും നോക്കാം. പറഞ്ഞില്ലേ തലവേദന. സാറേ ഇരിക്കെ. അല്ല നടരാജ് ഇരുന്ന് അങ്ങനെ ശരിയാവും? നടരാജ് നമ്മള് മറ്റേ നോട്ടീസ് അടിക്കാൻ കൊടുത്തേക്കുന്ന, റെസിപ്റ്റ് അടിക്കാൻ കൊടുത്തേക്കുന്ന അതൊക്കെ മേടിക്കണം. പ്രസിൽ പോയി ഇപ്പോൾ പോണോ? പിന്നെ ഇപ്പൊ പോവാതെ ഇപ്പൊ പോകാനുള്ള കാര്യത്തിന് ഇപ്പൊ തന്നെ പോണം. ഒരു കാര്യം ഉത്തരവാദിത്തമായിട്ട് പോയിട്ടോ. പോ. നല്ല ഉഗ്ര എണ്ണ ഇത്. എന്റെ ഉമ്മ ഉണ്ടാക്കി വെച്ചിരുന്നേ. പിന്നെ ഭരണീര് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, മാറ്റി വെച്ചിരുന്നേ. ഇതെല്ലാടെ അവസാനം ഊറ്റിയെടുത്തപ്പോ കുറച്ച് കിട്ടി. എന്താ അറിയാ, തലവേദന പറഞ്ഞ അറിയാ. രാത്രി ആയി കഴിഞ്ഞാൽ എനിക്ക് തലവേദനയും മുടി പൊഴിച്ചില്ലേ. മുടി ഇവിടുന്ന് കുറെ ഇവിടുന്നൊക്കെ കുറെ പോയി. ഇപ്പൊ ഇത് തേച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടാവുമായിരിക്കും അല്ലേ? പിന്നെ ഇത് നല്ല സാധനങ്ങളെയാ. എന്തോ ഒരു കുഴപ്പമില്ല. നിനക്ക് നീ എന്താ വേറെ എന്താ പരിപാടി? ആളെ ചെറിയൊരു പരിപാടി ഉണ്ട്, ഒരു വണ്ടി നോക്കാൻ പോണം. അല്ലേ? അപ്പൊ ശരി, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ബാബുക്കുട്ടാ, എന്തുകൊണ്ട് നിന്റെ മീശ ഇങ്ങനെ ആയി പോയെ? അതങ്ങനെയാണ്. ശരിയല്ലേ? ബാബുക്കുട്ടാ, നിന്റെ വീട്ടില് തലവേദനയ്ക്കുള്ള ഇതുപോലത്തെ എണ്ണമല്ലേ ഇരിപ്പുണ്ടോടെ? ഇല്ല, എന്റെ വീട്ടിലാർക്കും തലവേദന ഇല്ല, അതുകൊണ്ട് മരുന്നും ഇല്ല. അതുണ്ടാവൂല. നിന്റെ വീട്ടിലെ തലവേദന നീയാണല്ലോ, അതിവിടെ ഇരിക്കുമല്ലേ. പിന്നെ എങ്ങനെ തലവേദന വരും? നേതാവ് എന്തിനാണ് ഈ 2 കുപ്പി എണ്ണ വാങ്ങിച്ചിരിക്കണേ? അത് രാഷ്ട്രീയത്തിലെ വേറൊരു തന്ത്രമാണ്. സമയമാകുമ്പോ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ശരി. തങ്കം, തങ്കം എവിടെ? കുളിക്കാണോ? നന്നായി. അല്ല, കുളിക്കാൻ തുടങ്ങിയുള്ളോ? ഒന്നുമില്ല, നീ സാവകാശം കുളിച്ചിറങ്ങിയാ മതി. ഒന്നുമില്ല, ഇവിടെ കാണാത്തോണ്ട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ചായ ആണെങ്കിൽ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓ, ഞാൻ എടുത്തോളാം. എന്നോட പേര് അൻസാർ നടരാജൻ. പള്ളിയിലാണ് നടരാജൻ. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. HMC ഓയിൽ. കിട്ടിയോ? പിന്നെ പേരൊന്നുമില്ലല്ലോ പേര്. ഇത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ബ്രാൻഡഡ് കമ്പനി അല്ല. ഇത് നാറൂരിൽ ഒരു വൈദ്യ, അദ്ദേഹം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉള്ള ചേരുവകൾ ചേർത്തുണ്ടാക്കുന്ന സാധനമാണ്. HMC ഓയിൽ എന്നാണ് അവരവിടെ പറയുന്നത്. HMC ഓയിൽ. ശരി, ഇപ്പൊ ഇത്രയും മേടിച്ചപ്പോ ഒരെണ്ണം കൂടി മേടിക്കായിരുന്നല്ലോ. ഇതിനെ ഒപ്പിക്കാൻ പറ്റ പാടെ എനിക്കറിയാവൂ. പക്ഷെ എനിക്കും കൂടി വേണമായിരുന്നു. അതിപ്പോ നിനക്ക് മുടി ഒഴിച്ചിലും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നീ അവ കൊടുത്തിട്ട് പൈസ വാങ്ങില്ല. എത്ര രൂപ? 2000 രൂപ. ഇത്ര എണ്ണയ്ക്കോ? പിന്നെ ഇത്ര എണ്ണ ഇതെന്തൊരു ലോക്കൽ എണ്ണ എന്നാന്ന് വിചാരിച്ച? എടി, ഒരു ഡോക്ടറെ മുമ്പ് പോയി തല കാണിച്ചു കൊടുക്കാൻ തന്നെ കൊടുക്കണം 5000 രൂപ. പിന്നെ ഈ എണ്ണ അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ തലയ്ക്കുള്ള എല്ലാ അസുഖവും മാറും. അവൾക്ക് ഇച്ചിരി ലെവൽ കിട്ടും ഇത് തേച്ച്. സത്യം.
ഇത് പച്ച എണ്ണ കണ്ടിട്ടുണ്ട്, നീല എണ്ണ ആദ്യമായിട്ട് കാണാം. ഇതിപ്പോ നീല എണ്ണ കണ്ടില്ല എന്നുള്ള പരാതി തീർന്നല്ലോ. നല്ല അസല സാധനമാണ്. പക്ഷെ ഇതിന്റെ മണം പപ്പടം വറുത്ത എണ്ണയുടെ മണം. ആ അല്ല, അത് ഞാനവിടെ പോയപ്പോൾ അയാളെ ഭാര്യയോടെ പപ്പടം വറുത്തോണ്ടിരിക്കുകയായിരുന്നു. എന്നാലും 2000 രൂപ ഭയങ്കര കൂടുതലാട്ടാ. അതെ, ഇതുകൊണ്ട് ഗുണം ഉണ്ടാവില്ലേ നോക്കിയാൽ മതി. നീ കൊണ്ട് കൂടുതൽ കാശ് മേടിച്ചുണ്ടോ? കൊടുക്കാം. Alien versus Alien.